ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISLുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിരുന്നു. അതായത് ഒഡീഷ FC തങ്ങളുടെ ആക്ടിവിറ്റികൾ എല്ലാം തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു. താരങ്ങളുടെയും സ്റ്റാഫുകളുടെയും കോൺട്രാക്റ്റ് അവർ സസ്പെൻഡ് ചെയ്തിരുന്നു. അക്കാര്യത്തിലുള്ള റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയൊക്കെ പ്രസിദ്ധീകരിച്ചിരുന്നു. പിന്നീട് ഇക്കാര്യത്തിൽ ഒഡീഷ FCയുടെ ഉടമസ്ഥനായ രോഹൻ തന്നെ ഒരു ക്ലാരിറ്റി നൽകിയിരുന്നു. അതായത് ക്ലബ്ബ് പൂട്ടിപ്പോയിട്ടില്ല, അഥവാ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല, പക്ഷേ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ISLന്റെ കാര്യത്തിൽ ക്ലാരിറ്റി ലഭിച്ചു കഴിഞ്ഞാൽ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കും, അതല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കും എന്നായിരുന്നു രോഹൻ പറഞ്ഞിരുന്നത്. ഇപ്പോഴിതാ IFTWC ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. 3 ISL ക്ലബ്ബുകൾ ഇപ്പോൾ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി കൊണ്ട് നിർത്തിവെച്ചിട്ടുണ്ട് എന്നാണ് IFTWC റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 3 ക്ലബ്ബുകളുടെ പേരുകൾ അവർ വ്യക്തമാക്കിയിട്ടില്ല, പക്ഷേ റൂമറുകൾ വ്യാപകമാണ്. ഒന്ന് ഒഡീഷയാണ്, രണ്ടാമത്തേത് ചെന്നൈയിൻ FC ആണ് എന്ന റൂമർ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം ചെന്നൈ അവരുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു, അല്ലെങ്കിൽ കോൺട്രാക്റ്റുകളൊക്കെ സസ്പെൻഡ് ചെയ്തു എന്നത് ചില മാധ്യമങ്ങൾ കണ്ടെത്തിയിരുന്നു. ഇതിനൊക്കെ പുറമെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പേര് കൂടി ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് കൂടി പ്രവർത്തനങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചിട്ടുണ്ട് എന്ന റൂമറുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഒഫീഷ്യൽ കൺഫർമേഷൻ ലഭിച്ചിട്ടില്ല എന്നുള്ളത് അറിയിക്കുന്നു. മാർക്കസ് മർഗുലാവ് ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നൽകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഒഡീഷ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ്, ചെന്നൈയിൻ FC എന്നിവരുമായി ബന്ധപ്പെട്ട റൂമറുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.